നമ്മുടെ വിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്നതിനേക്കാൾ ഉപരി ഇതിൻ്റെ മെക്കാനിസം പഠിക്കുക എന്നുള്ളതാണ് ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു ഉദ്ദേശം. അറിവ് വർദ്ധിപ്പിക്കുക. ഇപ്പോൾ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ സ്കൂളിലെ സിലബസിനെ കുറിച്ച് പൊതുവെയുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്നത് സ്കൂളിലെ സിലബസുകളെല്ലാം തിയറട്ടിക്കൽ ലെവലിലാണ്. അത് ആപ്ലിക്കേഷൻസ് ഇല്ല, അതിൻ്റെ വർക്ക് ഓറിയൻറ്റഡ് അല്ല എന്നുള്ളതാണ്. അത് പ്രാക്ടിക്കാലിറ്റി ഇല്ലാത്തതാണ്. അപ്പോൾ അറിവിന് വേണ്ടി മാത്രം പഠിക്കുന്ന തിയറട്ടിക്കൽ ലെവലാണ് സ്കൂളിലെ വിദ്യാഭ്യാസം എന്ന ഒരു കംപ്ലൈൻ്റ് ഉണ്ട് പൊതുവേ. സാധാരണ ഭജന പ്രഘോഷങ്ങളുടെയൊക്കെ ഉദ്ദേശം പലപ്പോഴും ഈ മനുഷ്യന് അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുക, ആധ്യാത്മിക ജീവിതം പ്രഫുല്ലമാക്കുന്നതിന് വേണ്ടിയുള്ള അനുധാരികളെ ക്രമീകരിച്ച് തരിക എന്ന് തന്നെയാണ്. അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അറിവ് നമുക്ക് അനുഭവം തരണം. അറിവിൻ്റെ ഉദ്ദേശം എന്താ? ഡയറക്റ്റ് അറിവ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ അനുഭവം ഉണ്ടായാലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അറിവ് കിട്ടിയാൽ മതി എന്നുള്ള ഒരു ഐഡിയ ശരിക്കും പറഞ്ഞാൽ ഒരു മതവിദ്യാഭ്യാസത്തിൻ്റെ ഐഡിയ അല്ലത്. മതവിദ്യാഭ്യാസത്തിൽ എപ്പോഴും അറിവിന് അനുഭവം ഉണ്ടാകണം. അനുഭവം നമുക്ക് എന്താ തരണത്? വ്യക്തികൾക്ക് അനുഭവം ബോധ്യം നൽകും, അല്ലേ? ഈ ബോധ്യം നമ്മൾക്ക് എന്താ തരണത്? രണ്ട് ബോധ്യങ്ങൾ നമുക്കൊരു വ്യക്തിക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തിക്ക് രണ്ട് ഫാക്കൽറ്റി ഉള്ളത് കൊണ്ടാണ്. ഒന്ന്, ഒരു ഫാക്കൽറ്റി എന്താണ്? നമ്മുടെ ബുദ്ധി, അല്ലേ, ഇൻ്റലക്റ്റ്. മറ്റേ നമ്മുടെ വൈകാരികമായ മേഖല, വില്ല്, മനസ്സ്. രണ്ട് ഫാക്കൽറ്റി ഉണ്ട്. ഈ രണ്ട് ഫാക്കൽറ്റിയിലും നമ്മുടെ അറിവ് കൺകറൻ്റ് ആകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിനോടും, രണ്ട് ഓഫീസിലും അതിന് സ്വീകാര്യമാകണം. ബുദ്ധിപരമായിട്ട് സ്വീകാര്യമാകണം, വൈകാരികമായിട്ടും സ്വീകാര്യമാകണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ബുദ്ധിപരമായ ബോധ്യങ്ങൾ കിട്ടും, ഇൻ്റലക്ച്വൽ കൺവിക്ഷൻസ്. വൈകാരികമായിട്ട് നമുക്ക് ബോധ്യം, ഇമോഷണൽ കൺവിക്ഷൻസ്, വൈകാരിക ബോധ്യങ്ങൾ. ഈ ബോധ്യങ്ങൾ നമുക്ക് എന്താണ്? ബോധ്യങ്ങളിലേക്ക് നമുക്ക് തരണത് സാക്ഷ്യങ്ങളാണ്. ഈ സാക്ഷ്യം ഉണ്ടാണെങ്കിൽ ഇതിന് റെഡി ടു ഈറ്റ് ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഒരു റെഡിമെയ്ഡ് ഫുഡല്ലത്. സാക്ഷ്യം ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരണതാണ്. ആദ്യം എന്താ കിട്ടുന്നത്? ആദ്യം അറിവ് കിട്ടും. പിന്നെ എന്ത് ചെയ്യും? അറിവ് തന്നെ പലതരത്തിലുണ്ട്. അറിവ് നമുക്ക് അറിവ് കിട്ടുന്നത് ഇതിൽ നിന്ന് വേണം. കുറേ അറിയാം ഇൻപുട്സുകൾ നമുക്കുണ്ട്. ഒന്ന് ചെവി, അല്ലേ, കേൾവിയിലൂടെ നമുക്ക് അറിവ് കിട്ടും. പിന്നെ എന്താണ്? നമുക്ക് കണ്ണ് കാണാൻ പറ്റും, അല്ലേ, ഓഡിയോ, വീഡിയോ, അല്ലേ, വീഡിയോ കണ്ണ് കാണാൻ പറ്റും, കണ്ണിലൂടെ നമുക്ക് അറിവ് കിട്ടും. പിന്നെ എന്താ കിട്ടുന്നത്? ടക്സിയോ, സ്പർശ്യമായിട്ട് തൊട്ട് മനസ്സിലാക്കാൻ പറ്റും, അല്ലേ. നമ്മൾ ഓരോ വസ്തുക്കളെ ചിലർ മണത്തും മനസ്സിലാക്കും, അല്ലേ, മുക്കുകൊണ്ട് മണം മനസ്സിലാക്കിയെടുക്കും. അതുകൊണ്ടാണ് നല്ലതാണെങ്കിലും മോശം നമ്മൾ റിജക്റ്റ് ചെയ്യുക ചെയ്യണത്. മരിയനിൽ മാത്രമേ ഈ മണം വരുന്നുള്ളൂ. ബാക്കി മരിയനില്ലാത്ത ആധ്യാത്മിക വിഷയങ്ങൾക്കെല്ലാം മൂക്കിന് വലിയ പ്രാധാന്യമില്ല. അവിടെ മരിയനിൽ നല്ല പ്രാധാന്യമാണ്. ആൾക്കാർ അത് ഇക്കാലത്ത് അതായത് മരിയൻ സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്തതിന് ശേഷം കേരള ജനതയ്ക്കും ലോക ജനതയ്ക്കും കിട്ടിയ പുതിയൊരു അനുഭവമാണ് ഈ മൂക്ക് കൊണ്ട് ദൈവത്തെ അനുഭവിക്കുക എന്നുള്ളത്. അത് ഒരു ദിവസം എങ്ങനെയായാലും ഒരു 2-3 സാക്ഷ്യങ്ങൾ വരും. അതായത് മുല്ലപ്പൂവിൻ്റെ ശക്തമായ സ്മെല്ല് വരും. മുല്ലപ്പൂവൊന്നുമല്ല, കാര്യം നമ്മുടെ ഫയലില്ലേ, അതേ ഉള്ളതാണ് പ്രശ്നം. മുല്ലപ്പൂ ആയിരിക്കത്തില്ലതേ, നമ്മുടെ ഫയലില്ലേ, മലയാളികളുടെ ഫയലല്ലേ, നമ്മുടെ ബ്രെയിനിലുള്ള ഫയല് മലയാളി ഫയലല്ലേ. മലയാളികൾക്ക് അറിയാവുന്നൊരു സ്മെല്ല് ഡിക്റ്റേറ്റ് ചെയ്യണ, ബ്രെയിൻ ഡിക്റ്റേറ്റ് ചെയ്യണത് മുല്ലപ്പൂവായിട്ടാണ്. അത് മുല്ലപ്പൂവിൻ്റെ മണം ആയിരിക്കത്തില്ലത്. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ ക്യാച്ച് ചെയ്തിട്ട് ഡിക്റ്റേറ്റ് ചെയ്തിട്ട് പറയും ഇത് ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ജാസ്മിൻ എന്ന് പറയും. അതായിരിക്കണം നിർബന്ധമില്ല, നമ്മളങ്ങനെ പറയണതാ.
പക്ഷേ ചില കർണാടകക്കാരൻ ചിലപ്പോൾ വേറെ വല്ലതും പറഞ്ഞു തരും. കാര്യം അവന് കുറച്ച് അടുപ്പമുള്ള വിഷയം എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കും അത് പറയണത്. എനിവേ, ഇതെല്ലാം ഐന്ദ്രിയ ഗോചരമായി വന്നിട്ടുണ്ട്. ഇത് ഈ കാലത്തല്ല, പഴയ നിയമത്തിലെ തന്നെ ഒരു നിലപാടാണത്. സാക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ടത് എപ്പോഴും അതാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടത് യോഹന്നാൻ 1:1. യോഹന്നാൻ 1:1. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതാണ് സംഭവം. അവിടെ മൂന്ന് ഫാക്കൽറ്റി വരുന്നുണ്ട്. എന്തൊക്കെയാണ്? കണ്ണുകൊണ്ട് കണ്ടത്, ആദ്യം മുതൽ ഉണ്ടായതും, ഞങ്ങൾ കേട്ടതും, കണ്ണുകൊണ്ട് കണ്ടതും, കൈകൊണ്ട് സ്പർശിച്ചതും. ആരെക്കുറിച്ചാണ് ഇവർ പറയണത്? യോഹന്നാനെ പറയണത് ഈശോനെക്കുറിച്ച് പറയണതാ. ഈശോയുടെ നെഞ്ചത്ത് കിടന്ന കക്ഷിയാണ്. അന്ത്യത്താഴ സമയത്ത് ഈശോയുടെ നെഞ്ചത്ത് കിടന്ന കക്ഷിയാണ്. അപ്പോൾ ഈശോൻ്റെ കൂടെ ജീവിച്ചപ്പോൾ ഈ ആദ്യം മുതലുണ്ടായിരുന്ന വചനം മാംസമായി മനുഷ്യാവതാരം ചെയ്ത് നമ്മുടെ കൂടെ വസിച്ച കാലത്ത് ആ ദൈവത്തിൻ്റെ നെഞ്ചത്ത് കിടന്ന ആളാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആദ്യം മുതലേ ഉണ്ടായിരുന്നതാണ്, ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ്, കണ്ടതല്ല സൂക്ഷിച്ച് വീക്ഷിച്ചത് കൂടിയാണ്, കൈകൊണ്ട് സ്പർശിച്ചതാണ്. അപ്പോൾ ഈ ദൈവത്തെ, യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ദൈവം എക്കാലവും ഈ ഇന്ദ്രിയങ്ങൾക്കെല്ലാം വശംവദമാണ്. ഇന്ദ്രിയ അനുഭവങ്ങൾക്ക് വശംവദമാണ്. ആ യേശുക്രിസ്തു തന്നെയാണ് ചരിത്രത്തിലൂടെ നമ്മുടെ കൂടെ സമാന്തരമായിട്ട് നീളുന്നത്. അതിപ്പോൾ മനസ്സിലാക്കണം. ആദ്യം മുതൽ ഉണ്ടായിരുന്ന യേശു അനുഭവം തന്നെയാണ് ചരിത്രത്തിലൂടെ നമുക്ക് ചരിത്രത്തിന് സമാന്തരമായിട്ട് നമ്മുടെ കൂടെ അങ്ങ് ജീവിച്ചു പോണത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എക്കാലത്തും, അതുകൊണ്ട് യേശുക്രിസ്തു ഹെബ്രായർ 13:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. അപ്പോൾ അതായത് ഭൂതകാലത്ത് നിന്ന് വർത്തമാനകാലത്തിൽ നിന്ന് കാര്യത്തിലൂടെ അങ്ങ് ഭാവിയിലേക്ക് ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അതാണ് ആദ്യം മുതലേ ഉണ്ടായിരുന്നതും, ഞങ്ങൾ കേട്ടതും, കണ്ണുകൊണ്ട് കണ്ടതും, കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെക്കുറിച്ച് ഞങ്ങൾ സാക്ഷ്യം നൽകുന്നു. അപ്പം ജീവൻ്റെ വചനം എങ്ങനെയാണ്? ജീവൻ്റെ വചനം യോഹന്നാനെ വെച്ച് നിൽക്കുന്നില്ല. ജീവൻ്റെ വചനം യേശുക്രിസ്തു ഇന്നലെയും, പറഞ്ഞേ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും അടുത്ത വചനം എന്താണ്? എന്നും ഒരേ ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്നും ഇന്നും എന്നും, ഇന്നലെയും ഇന്നും എന്നും യേശുവിനെ നമുക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിലാണ് ദൈവം രക്ഷാകരമായ സംഭവങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ മെക്കാനിസം പറയണത്. എങ്ങനെയാണ് ദൈവത്തെ അനുഭവിക്കുന്നത്? അവർ അറിവിൻ്റെ തലത്തിൽ നിർത്താതെ എല്ലാത്തിനും ഇങ്ങനെ അപ്ലൈഡ് പറയും. അപ്ലൈഡ് തിയോളജി, അപ്ലൈഡ് അനുഭവ ദൈവശാസ്ത്രം പറയും. എന്താണ്? എക്സ്പീരിയൻഷ്യൽ തിയോളജി പറയും. എന്താണ്? എങ്ങനെയാണ്, എന്ത് ചെയ്താൽ ഈ ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ പറ്റും? ആദ്യം മുതലുണ്ടായിരുന്നതും ഇന്ന് ഉള്ളതും നാളെ ഉണ്ടാകുന്നതുമായ ഈ ദൈവാനുഭവത്തെ എങ്ങനെ നമുക്ക് അവകാശമാക്കാൻ പറ്റും? അതിൻ്റെ റോൾ ഓഫ് ദി കവനൻറ്റ്, അതിന് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയുള്ള ഉടമ്പടിയുടെ റോൾ എന്താണ്? അതാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ല, ഒരു പ്രാർത്ഥന സബ്ജക്റ്റിനേക്കാൾ ഉപരി ഈ ആദ്യം മുതലേ ഉണ്ടായിരുന്നതും ഇന്നുള്ളതും നാളത്തെ മനുഷ്യന് അനുഭവിക്കുക. ഇപ്പം നമ്മുടെ കാലം കഴിയുമ്പോൾ വേറെ ഒരു തലമുറ ഇവിടെ വരത്തില്ലേ? അവർക്കും അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ വ്യക്തികളും കൈവരിക്കേണ്ട ചില അനുഭവ തലങ്ങളുണ്ട്. എങ്ങനെ യേശുവിനെ അനുഭവിക്കാൻ പറ്റും? അതാണ് പലപ്പോഴും റോൾ ഓഫ് ദി കവനൻ്റായിട്ട് വരണത്. കവനൻ്റിൻ്റെ ഉദ്ദേശം എന്താണ്? ഇപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങൾ പറയും, ഉടമ്പടി ഒരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല, പിന്നെ എന്താ പറയുക, ചെയ്യുന്ന പ്രവൃത്തിയാണ്. അതാണ് എപ്പോഴും അതിന് പ്രഖ്യാപിതമായ
ഒരു പഠനമാണത്. ചെല്ലുന്ന പ്രാർത്ഥനയല്ല, ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇപ്പോൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ആൾക്കാരെ കേട്ടുനിന്ന സാക്ഷി ഇതാണ്. അതായത് ഒരു പയ്യൻസ് പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ സ്വർഗസ്ഥ പിതാവ് ഒഴിച്ച് ബാക്കി എല്ലാ പ്രാർത്ഥനയും പപ്പ ബാൻ ചെയ്തിരിക്കണമെന്ന്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ വെച്ചാൽ പപ്പ പറയണതെന്ന് വെച്ചാൽ ഇവിടെ ഈ വീട്ടിൽ സ്വർഗസ്ഥനായ പിതാവ് മാത്രം ചെല്ലിയാൽ മതിയെന്ന്. അപ്പം ഞാനോർത്ത് പിന്നെ എന്തിനാണ് ഇവന് ഉടമ്പടി വന്നത്? ഉടമ്പടി വരുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് മാത്രമല്ലല്ലോ, വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ആ വീട്ടിൽ അവന് 10-27 വയസ്സുണ്ട്. ഇന്ന് വരെ ആ വീട്ടിൽ സ്വർഗസ്ഥനായ പിതാവ് മാത്രമേ ചെല്ലിച്ചിട്ടുള്ളത്. എന്ന് പപ്പ പറഞ്ഞു കൊടുക്കണത് ഇതാണ് യഥാർത്ഥത്തിൽ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന. വേറെ ഒരു പ്രാർത്ഥനയല്ല. അതാണ് പപ്പയുടെ സ്റ്റാൻഡേർഡാണ്. അത് ശരിയാണല്ലോ, പപ്പ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതാണ് യഥാർത്ഥ പ്രാർത്ഥന, ഇതാണ് ഈശോ പഠിപ്പിച്ചത്. ഇതല്ലാത്ത വേറെ ഒരു പ്രാർത്ഥനയല്ല എന്നാണ്. പക്ഷെ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പുള്ളിക്കാരൻ ഉടമ്പടി എടുത്തത്? ഈ പ്രാർത്ഥന മാത്രം പ്രാർത്ഥിച്ചിട്ട് പുള്ളിക്കാരൻ്റെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും ദൈവത്തെ ഇടപെടുത്താൻ പറ്റണില്ല. കാര്യം പ്രാർത്ഥന നല്ലതാണെങ്കിലും, നമുക്കറിയാമല്ലേ, പ്രാർത്ഥന നല്ലതാണെങ്കിലും ഉപയോഗിക്കുന്ന ആൾ നല്ലതായിരിക്കണം. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രാർത്ഥനയ്ക്ക് വരുന്നൊരു പ്രശ്നത്തിൽ പ്രാർത്ഥനയുടെ ഗ്രാമർ ശരിയായ മാത്രം പോരാ. പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു പ്രോബ്ലം വരാൻ എന്താണെന്നറിയോ? എന്താണ്? പ്രാർത്ഥനയുടെ ഗ്രാമർ ശരിയായിരിക്കും, പ്രാർത്ഥനയുടെ ദൈവശാസ്ത്രം ശരിയായിരിക്കും. കാര്യം ഈശോ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയാണല്ലേ. അപ്പോൾ ദൈവശാസ്ത്രത്തിൽ തെറ്റുണ്ടാകത്തില്ല. പക്ഷെ ഇത് ആക്ടിവേറ്റ് ചെയ്യണത് ആരാണ്? നമ്മളാണ്. നമ്മുടെ പട്ടാളക്കാർക്ക് യുദ്ധകാല അവസ്ഥ, യുദ്ധകാല അടിയന്തരാവസ്ഥയിൽ ഇതൊന്നും പഠിക്കാനുള്ള സമയം ഉണ്ടാകത്തില്ല. അപ്പോഴവരെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യിക്കുന്നത്. എല്ലാ രാജ്യങ്ങളും അങ്ങനെ ചെയ്യണത്. നമുക്ക് പിന്നെ അത്രയും പ്രശ്നമില്ല, നമുക്കൊരു 5% സപ്പോർട്ട് കിട്ടിയാൽ മതി. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ആ കൊണ്ടുവരുന്ന സംഭവങ്ങൾ നല്ലതാണെങ്കിലും ഉപയോഗിക്കാൻ അറിയാൻ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആൾ പൊട്ടയാണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. സ്വർഗസ്ഥനായ പിതാവിന് പറ്റുന്ന ഒരു അബദ്ധം അതാണ്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന തിയോളജിക്കലായിട്ട് കറക്റ്റാണ്, പക്ഷെ നമുക്കതിൻ്റെ മെക്കാനിസം അറിയത്തില്ല. അത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ. അപ്പോൾ ഇനി അതിനേക്കാൾ വല്ലാമുള്ള പ്രാർത്ഥന ഇല്ല. പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് ആരാ? നമ്മളാണിത് ഉപയോഗിക്കുന്നത്. അതാണ് വിഷയം പറയണത്. നമ്മൾക്കിത് ഉപയോഗിക്കാനുള്ള ആംബിയർ ഉണ്ടോ? അതാണ് പ്രശ്നം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഈശോയ്ക്ക് ഉപയോഗിക്കാനുള്ള ആംബിയർ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നത്. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഈശോയ്ക്ക് പ്രയോഗിക്കാനുള്ള ആംബിയർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈശോയ്ക്ക് എന്താ പറ്റി? പെട്ടെന്ന് ഉത്തരം കിട്ടി. നമ്മൾക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടത്തില്ല. ചിലർക്ക്, എല്ലാവർക്കും അല്ല, ചിലർക്ക് ഉത്തരം കിട്ടാൻ താമസിക്കും. എന്താണ്? സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു ആധ്യാത്മികമായ ഈടുവെപ്പ് ആ വ്യക്തിക്ക് ഉണ്ടാകണം. അത് നിസ്സാരമല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മത്തായി സുവിശേഷം 6:9 എടുത്ത്, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഇതെല്ലാം ഒന്നാണ്. അതാണ് വിഷയം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ്, ഇതെല്ലാം ഒന്നാ. ദൈവത്തിൻ്റെ തിരുമനസ്സ് നിറവേറുമ്പോഴാണ് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുന്നത്. നമ്മുടെ പ്രവർത്തനങ്ങൾ വഴിയാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. ദൈവനാമത്തിൽ അതിൽ തന്നെ മഹത്വമുണ്ട്. നമ്മൾ കൊടുക്കുമ്പോൾ ഉപരി മഹത്വമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവറെ, ഇഗ്നീഷ്യസ് ലയോള ഒക്കെ കത്തെഴുതുമ്പോൾ ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് എഴുതും. കത്തെഴുതുമ്പോൾ തന്നെ അത് ദൈവത്തിൽ തന്നെ മഹത്വമുണ്ട്. പിന്നെ നമ്മുടെ പ്രവർത്തനങ്ങളാലും ദൈവഹിതം നമ്മൾ ഏറ്റെടുക്കാനുള്ള നമ്മളുടെ ഡിസിബിലിറ്റി, നമ്മൾ അതിനോടുള്ള ഒരു പ്രത്യേകമായ ഒരു സമർപ്പണം കാരണം നമ്മളുടെ പ്രവർത്തനങ്ങൾ വഴിയും ദൈവനാമം മഹത്വപ്പെടും. ആ മഹത്വത്തിന് ഉപരി മഹത്വം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവറും ഇഗ്നീഷ്യസ് ലയോളയും കത്തെഴുതുമ്പോൾ ഫോർ ദി ഗ്രേറ്റർ ഗ്ലോറി എന്ന് എഴുതാൻ കാര്യം. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഗ്രേറ്റർ ഗ്ലോറിയിലേക്കാണ് പോകുന്നത്. സ്വതവേ
മഹത്വമുള്ള ദൈവത്തിൻ്റെ വാക്കുകൾ നമ്മൾ ഏറ്റെടുത്തിട്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകും. അത് തന്നെയാണ് ആ 3 വർഷവും കിടക്കുന്നത്. പക്ഷെ ആ പ്രാർത്ഥന ഈശോ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് മിന്നൽ പിണർ പോലെ തന്നെ അതിന് മറുപടി ഉണ്ടായി. കാര്യം അത്രയും പെർഫെക്റ്റാണ് ആ പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിച്ചാൽ അത്രയും പെട്ടെന്ന് സ്പീഡപ്പ് ആകണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പോൾ ഈശോ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന തന്നെ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നെ ഈശോ പ്രാർത്ഥിച്ച സമയമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 12:28 പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. എന്നെ സ്വർഗ്ഗസ്ഥനായ പിതാവേ അങ്ങയുടെ നാമം, അതാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? ഈശോയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോഴും ഈശോ ശിഷ്യന്മാരെ താൻ പഠിപ്പിച്ച പ്രാർത്ഥന തന്നെയാണ് ഈശോ സ്വന്തമായിട്ട് പ്രാർത്ഥിച്ചിരിക്കുന്നത്. വീട്ടില്ലേ? ആ പ്രാർത്ഥന കറക്റ്റാണ്, പെർഫെക്റ്റാണത്. എന്താണ് 12:28? അത് 6:9 മത്തായി 6:9 സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുന്ന ആ പ്രാർത്ഥന തന്നെയാണ് 12:28 പ്രാർത്ഥിക്കുന്നത്. ഈശോയ്ക്കൊരു ജീവിത പ്രശ്നം ഉണ്ടായപ്പോൾ ഈശോ അത് ആക്ടിവേറ്റ് ചെയ്യണ ഈ പ്രാർത്ഥനയാണ്. എന്താണെന്ന് പറഞ്ഞ് 12:28 പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് പെട്ടെന്നാണ് പരിപാടി. ഓക്കെ, ഇത് പെട്ടെന്നാണ് കാര്യം. എന്താ? പ്രാർത്ഥനയുടെ സ്വഭാവം തന്നെ പെട്ടെന്ന് ആൻസർ ചെയ്യുന്ന രീതിയിലാണ് ആ പ്രാർത്ഥനയുടെ ഡിസൈൻ ചെയ്ത്. തിയോളജിക്കലി പെർഫെക്റ്റ് ആണത്, ബിബ്ലിക്കൽ തിയോളജിക്ക് പെർഫെക്റ്റ് ആണത്, സ്പിരിച്വൽ തിയോളജി പെർഫെക്റ്റ് പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ടക്ക് എന്നാണ് ഉത്തരം കിട്ടുന്നത്. എന്താ പറയണത്? സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരമുണ്ടായി, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അപ്പോഴേ ഈ പ്രാർത്ഥന പെർഫെക്റ്റ് ആണ്. പക്ഷെ അതിന് ടൈം ഷോർട്ടനിങ് വന്നിരിക്കുന്നത് എന്താണ്? പ്രാർത്ഥിച്ച ആൾ പെർഫെക്റ്റ് ആയതുകൊണ്ടാണ്. മനസ്സിലായി? പ്രാർത്ഥിച്ച ആൾ ഓക്കെ ആയതുകൊണ്ടാണ്. നമ്മൾ ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ കാര്യം ആ പ്രാർത്ഥനയും നമ്മളും തമ്മിൽ വലിയ ബന്ധമില്ല. അതാണൊരു പ്രശ്നം വരണത്. ഒരു ആധ്യാത്മിക ജീവിതം എന്ന് പറയണത് സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലാനുള്ള യോഗ്യത നേടിയെടുക്കുന്നതാണ്. യു ഗോട്ട് ദ പോയിന്റ്. ഒരു ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വർഗ്ഗസ്ഥനായ എന്ന് പറഞ്ഞ സ്വർഗ്ഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുവാനുള്ള യോഗ്യത നേടുന്നതാണ്. അതിനുള്ള പരിശ്രമമാണ് ആധ്യാത്മിക ജീവിതം. സെബാസ്റ്റ്യൻ, ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിയുടെ വകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മക്കൾ സാന്ദ്ര സെബാസ്റ്റ്യൻ, സയന സെബാസ്റ്റ്യൻ. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ആഗസ്റ്റ് 4-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ആ വീട്ടിൽ കയറിയാൽ അലമ്പായിരുന്നു. എന്നത്തിനാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഞങ്ങൾ തമ്മിൽ അവിടെ ഒരുമിച്ചിരുന്നാൽ വഴക്കുണ്ടാക്കും. പിന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കൊച്ചിൻ്റെ പഠിത്തം കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഇനി ഓരോ എൻ്റെ ഭർത്താവിന് ആ വീട്ടിൽ കയറി കഴിയുമ്പം എപ്പോഴും ചൊറിച്ചില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു രോഗവും ഇല്ല. പക്ഷേ വീട്ടിൽ കയറിയാൽ ചൊറിച്ചിൽ കാരണം ആ മനുഷ്യന് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം കൂടി ജോലിയില്ല, എനിക്കും ജോലിയില്ല, എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും പറഞ്ഞു ഞാൻ കാരണം ആ വീട്ടിൽ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു ഞാൻ എന്തിനാ ഇനിയും ജീവിക്കുന്നേ, മരിക്കാമെന്ന് ഓർത്തു. അപ്പോൾ ഈ പിള്ളേരൊന്നും അടുത്തില്ല, നിങ്ങൾ പഠിക്കുക. അപ്പം തന്നെ മരിച്ചാൽ ഈ കടമെല്ലാം ആര് കൊടുക്കും? ഈ പിള്ളേരെ എല്ലാവരും ഇങ്ങോട്ട് ഉപദ്രവിക്കത്തില്ലേ എന്ന് പേടിച്ചിരുന്നപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും കൃപാസനത്തിൽ പോകണം, പ്രാർത്ഥിക്കണം, എല്ലാം മാറും, അവിടെ ചെന്നാൽ മാറുമെന്ന്. പക്ഷേ എനിക്ക് ഒരിക്കലും ഇവിടെ വരാൻ സാധിച്ചില്ല. എനിക്ക് വണ്ടിക്കൂലി പോലും ഇല്ല ഇവിടെ വരാൻ. എനിക്ക് തന്നെ വരാൻ അറിയത്തില്ല, എന്നെ കൊണ്ടുവരാൻ ആരുമില്ല. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ ഭാവിച്ചറിഞ്ഞു നമ്മളെയും കൂടെ ജൂലൈ 28-ാം തീയതി ഇവിടെ എന്നെ കൊണ്ടുവന്നു. ഞാൻ അമ്മയുടെ ആ മുമ്പിലിരുന്ന് ഞാൻ അമ്മയോട് ഒത്തിരി കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്കറിയത്തില്ല എന്നാ പ്രാർത്ഥിക്കണം, ഞാൻ ഒരുപാട് ഇരുന്ന് കരഞ്ഞു. ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഇപ്പം ഉടമ്പടി എടുക്കുന്നത് എങ്ങനെയാണെന്നോ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ അമ്മയോട് ഇപ്പം എൻ്റെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് കൊണ്ടുപോകാമോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇവിടെ മാതാവുണ്ടല്ലോ, പിന്നെ എന്തിനാ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചു. അന്നേരം എനിക്ക് തന്നെ വരാനും അറിയത്തില്ല. അപ്പം ഞാൻ ഇവിടുന്ന് ആ നടയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ ഭർത്താവിനെ ഞാൻ നിർബന്ധിക്കത്തില്ല, പക്ഷേ എൻ്റെ ഭർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവരണം, അമ്മ അതിനുള്ളൊരു വഴി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി.
പിറ്റേ ആഴ്ചയിൽ അടുത്ത വ്യാഴാഴ്ച ആയപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വിഷമം, ഉടമ്പടി എടുക്കാൻ പറ്റിയില്ല, വിഷമങ്ങൾ കൂടി വരുക, ഞാൻ എന്നാ ചെയ്യും, ജീവിക്കണോ എന്നറിയത്തില്ല. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ജൂൺ മാസമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ദിവസം ഇങ്ങനെ മരിക്കാമെന്ന് ഇങ്ങനെ ഓർത്തുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പോൾ അച്ഛൻ്റെ ഒരു ധ്യാനം കണ്ടു. ഞാൻ ആ ധ്യാനം കൂടിയപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ എന്തിനാ മരിക്കുന്നത്, എനിക്ക് എൻ്റെ ഈശോ ഉണ്ടല്ലോ എന്നോർത്ത് ഞാൻ ആ ധ്യാനം കൂടിയപ്പം അത് കഴിഞ്ഞ് എനിക്ക് ശക്തി കിട്ടി. ഞാൻ ആ ഒരു മാസം ഞാൻ ഈ ഉടമ്പടി ജീവിതം നയിച്ചു. ഞാൻ എൻ്റെ പാവങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ചു. ഞാൻ എന്നും ബൈബിൾ വായിക്കാൻ തുടങ്ങി. പറ്റുന്ന ദിവസം എല്ലാം ഞാൻ കുർബാനയ്ക്ക് പോയി. അങ്ങനെ ഒരു 1.5 മാസം ഞാൻ നോക്കിയിട്ടാണ് എനിക്ക് ഇവിടെ വരാൻ പറ്റിയത്. അന്നേരം അവരെന്നെ കൊണ്ടുപോയി കഴിഞ്ഞ് എൻ്റെ വ്യാഴാഴ്ച ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ കൊച്ചവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഓർത്തു അവളെയും വിളിച്ചുകൊണ്ട് എങ്ങനെയാലും ഇവിടെ വരാം, ആരോടെങ്കിലും ചോദിച്ചിട്ട് എന്നോർത്തുകൊണ്ട് അടുത്തുള്ളൊരു ചേച്ചി, സാലിമയെന്ന് പറഞ്ഞ ചേച്ചി ഉടമ്പടി എടുത്ത. അപ്പോൾ അമ്മ എപ്പോഴും പറയും കൊച്ചവിടെ എന്ന്. അന്നേരം ഞാൻ അവരോട് ചോദിച്ചു എങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ 2-3 പേരോട് ചോദിച്ചപ്പോൾ ആരുമില്ല എൻ്റെ കൂടെ വരാൻ. അപ്പം ഞാൻ അവരോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടപ്പോഴത്തേക്കും എൻ്റെ ഭർത്താവ് തന്നെ എന്നോട് പറയാം, നീ എന്തിനാ ഇവരോടൊക്കെ ചോദിക്കുന്നത്, ഞാനില്ല നിന്നെ കൊണ്ടുപോകാൻ, ഞാൻ നിന്നെ കൊണ്ടുപോകാമെന്ന്. ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ഞാനും എൻ്റെ 2ാമത്തെ കൊച്ചും ഭർത്താവും കൂടി ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു. അപ്പോൾ കൊച്ചിന് ഞാൻ ഉടമ്പടി എടുക്കാൻ കയറിയപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും അവൾ പറഞ്ഞു, അമ്മേ എൻ്റെ പരീക്ഷ, അവൾ BSc കാർഡിയാക്ക് പഠിക്കുക. അവൻ പറഞ്ഞു, അമ്മേ പരീക്ഷ ഭയങ്കര പാടായിരുന്നു അമ്മേ, ഞാൻ ജയിക്കത്തില്ല, എന്നെ ഒന്നും പറയല്ലേ, എല്ലാവർക്കും പാടായിരുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ ഞാൻ ഉടമ്പടി എടുക്കാൻ പോവാം, കൊച്ചി ഇവിടെ ഇരുന്ന് അമ്മയോട് പറ, അമ്മ അത് സാധിച്ചു തരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കയറിപ്പോയി. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവിടെ വന്ന് നിന്നപ്പം എനിക്കൊരു കറണ്ട് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് തലവേദന ഉണ്ട്. 5 വർഷമായിട്ട് ഞാൻ 2 ഗുളിക കഴിച്ചാലാണ് ഞാൻ രാത്രി കിടന്നുറങ്ങുന്നത്. തലവേദന കൂടിയാൽ ഇഞ്ചക്ഷൻ എടുക്കാതെ എൻ്റെ തലവേദന മാറത്തില്ലായിരുന്നു, അതുപോലെ തലവേദനയായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് ഈ സമയം വരെ ആ തലവേദന ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു പറഞ്ഞാൽ ഞാൻ 2 ആഴ്ച ഇങ്ങനെ നമ്മുടെ ഉടമ്പടി ജീവിതം ഇങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് ഉറക്കം വന്ന് ഞാൻ കിടക്കാൻ പോയി. ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ ഒന്ന് മയങ്ങി വന്നപ്പോഴത്തേക്കും എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഞാൻ എൻ്റെ അടുക്കളയിലിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അന്നേരം ഈ ഞങ്ങളുടെ നേരത്തെ കഥകിനൊരു വിടവുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കട്ടിൽപ്പടിയിൽ ഇങ്ങനെ ഇരിക്കുമ്പം ഒരാൾ മുറ്റത്തോടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ നോക്കിക്കൊണ്ട് നടന്നു പോവുക. അപ്പം ഞാൻ ഓർത്ത് ഇതാരായില്ലേ നടക്കുന്നേ. അപ്പോൾ ആ രൂപം കുറച്ച് എന്നെ നോക്കും, അങ്ങോട്ട് നടക്കും, തിരിച്ച് നടക്കും. എന്നിട്ട് ആ വിടവിൻ്റെ ഇടയ്ക്കോടെ ഒരു കമ്പ് അകത്തോട്ട് ഇങ്ങനെ ഇട്ട് കുത്തുക. അപ്പോൾ എൻ്റെ ഭർത്താവ് ആ കമ്പയെ പിടിച്ചപ്പോഴത്തേക്കും ആ കഥ അങ്ങ് മറിഞ്ഞു പോയി. അപ്പോൾ ഒരു ചീഞ്ഞളിഞ്ഞ മുഖമുള്ള ഒരു രൂപം എൻ്റെ മുമ്പിൽ വന്ന് നിന്നു. ഞാൻ ഉടമ്പടി ഉപ്പെടുത്തിടുന്നതും കണ്ടു, അത് അലിഞ്ഞു പോകുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. അത് അങ്ങനെ കണ്ടേ പിന്നെ എൻ്റെ കുടുംബത്തിൽ ഇതുവരെ അലമ്പോ വഴക്കമൊന്നുമില്ല. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇതുവരെ ആ കുടുംബ പ്രാർത്ഥന മുടങ്ങുമോ ഒന്നും ചെയ്തിട്ടില്ല. സമാധാനമുണ്ട് ഇപ്പം വീട്ടിൽ. പിന്നെ എൻ്റെ കൊച്ചിൻ്റെ മാർക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. എല്ലാ പിള്ളേർക്കും മാർക്ക് കുറയും, 2-3 എല്ലാം പോവുകയൊക്കെ ചെയ്തു. പക്ഷേ അവൾക്ക് മാത്രം ഡിസ്റ്റിങ്ഷൻ നൽകി അമ്മ അനുഗ്രഹിച്ചു. അതുപോലെ എൻ്റെ ഇളയ ചെറുക്കൻ കൊച്ചുണ്ട് ഒരെണ്ണം, അത് പഠിക്കത്തില്ല, വീട്ടിൽ വന്നൊന്നും വായിക്കത്തൊന്നുമില്ല. അപ്പോൾ അവൻ +1 മാർക്ക് കുറവായിരുന്നു. അപ്പോൾ ലാസ്റ്റ് പരീക്ഷയ്ക്ക് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ അവൻ പരീക്ഷയ്ക്ക് പോകും, അപ്പോൾ എന്നും തൈലം തേച്ച് അവനെ വിടുന്നേ. അമ്മയോട് പറഞ്ഞു, അമ്മയെ അമ്മ കൂടെ ഇരുന്ന് പരീക്ഷ എഴുതണം, അല്ലാതെ അവൻ ജയിക്കത്തില്ല. അമ്മ അവൻ്റെ പേപ്പർ നോക്കണമെന്ന് പ്രാർത്ഥിച്ച് വിട്ടു. അവന് ജയിക്കുമെന്ന് വിചാരിച്ച് അവനെ നല്ല മാർക്ക് കൊടുത്ത് അമ്മ അവനെ സഹായിച്ചു. അതുപോലെ എൻ്റെ മൂത്ത കൊച്ചിന് ജോലിക്ക് കയറാൻ പറ്റത്തില്ല. അവൾ BSc പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അവൾ ഡൽഹിയിലാണ്, അവളും ഭർത്താവും കൂടെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് അസുഖം ഉണ്ടായി. അതിൻ്റെ കൂടെ ജോലിക്ക് കയറാൻ പറ്റുന്നില്ല, സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ലെന്ന് പറഞ്ഞു. സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഉടനെ എങ്ങും കിട്ടത്തില്ലെന്ന്. അപ്പോൾ അവൾ എന്നും കരച്ചില്ല, അമ്മേ ഞാനിവിടെ ഇരുന്ന് മടുത്തു, എനിക്ക് അസുഖമാണ്, ഞാൻ അങ്ങോട്ട് വരുവാന്ന്. അപ്പോൾ പൈസ അയച്ചു കൊടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് വരാൻ പറയാനും പറ്റത്തില്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്ന് നിന്നപ്പോഴത്തേക്കും അവളോട് അവർ പറഞ്ഞു സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് നല്ലൊരു ആശുപത്രിയിൽ അവൾക്ക് ജോലി കിട്ടി. അതുപോലെ നോമ്പിൻ്റെ സമയത്ത് എനിക്ക് 2ാമത് ഞാൻ ഉടമ്പടി പുതുക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ദുരിതങ്ങളേ ഉള്ളായിരുന്നു. എന്നും ഓരോ പ്രശ്നങ്ങളും ഓരോ വിഷമങ്ങളും രോഗങ്ങളും എല്ലാമായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ ഈസ്റ്ററിൻ്റെ അന്ന് എൻ്റെ ഭർത്താവ് രാവിലെ കൂട്ടുകാരും കൂടി അങ്ങ് പോയപ്പോഴത്തേക്കും ഞാൻ ഈ പിള്ളേരോട് പറഞ്ഞു, അച്ചാച്ചിക്ക് എന്തോ ഒരു അപകടം വരാൻ പോവുക, എന്നാന്നറിയത്തില്ല, എന്തോ ഒന്ന് സംഭവിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഉച്ചയായപ്പോഴത്തേക്ക് ഭർത്താവ് കയറി വന്നു. എന്നിട്ട് കിടന്ന് ഉറങ്ങുക. എന്നിട്ട് ഈ കൊച്ചിനെ ഒന്ന് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകണമായിരുന്നു. അന്ന് വൈകിട്ട് ആ കൊച്ചിന് പോകണം.
അന്നേരത്തേക്ക് ഞാൻ അവളെയും കൊണ്ട് പോകാൻ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി. ഇപ്പം ഞാൻ ഇങ്ങനെ മനസ്സിലോർക്കും, ഒരു മുറി കണ്ടു. ആ മുറിയിലൊരു കട്ടിലേൽ എൻ്റെ ഭർത്താവ് ഇരിക്കുന്നു. അപ്പം ഞാൻ എന്തോ പറ്റി. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ ഭർത്താവിനെ ആശുപത്രിയിലായിരിക്കും കാണുന്നത്, എൻ്റെ വീട്ടിലായിരിക്കും വരുന്ന ഓർത്തുകൊണ്ട് അങ്ങനെ തോന്നി എനിക്ക്. എന്നിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. ഞാനും കൊച്ചും കൂടെ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴത്തേക്കും എന്നെ പെട്ടെന്ന് വിളിക്കുക, ജാൻസി മോളെ എൻ്റെ ദേഹം മൊത്തം ചൊകരയാടി, എന്നാ പറ്റിയെന്ന് അറിയത്തില്ല, നീ ഒന്ന് ഓടി വരാമോ, ഞാൻ ആശുപത്രിയില്ലെന്നും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ട അതേ മുറിയിൽ എൻ്റെ ഭർത്താവ് കിടക്കുക. ഞാൻ ഇരിക്കുന്നതാണ് കണ്ട, പക്ഷേ അതേ മുറി ഞാൻ കണ്ടിട്ട് പോലുമില്ല. ആ മുറി കിടക്കുക. പിന്നെ അവർ പറഞ്ഞ് ബോധമില്ലായിരുന്നു, എന്നാ പറ്റിയെന്ന്. കുറേ നേരം വീട്ടിൽ കിടന്നു, ഒത്തിരി ചൊകര പോയി. അയൽവക്കത്തുള്ള ഒരു പിള്ളേർ എടുത്തുകൊണ്ട് പോയത്, എങ്ങനെയോ ഇറങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്. അമ്മ മാതാവ് എഴുന്നേൽപ്പിച്ച് വിട്ടു, ആരും വീട്ടിലില്ലായിരുന്നു. 9 സ്റ്റിച്ച് ഉണ്ടായിരുന്നു നെറ്റിയിൽ. എന്നിട്ട് മെഡിക്കൽ കോളേജിന് പോകാൻ പറഞ്ഞു. ഞാൻ തന്നെയേ ഉള്ളൂ. ആംബുലൻസിൽ കയറി ഞാൻ പെട്ടെന്ന് പോയി. കൊച്ചിന് പോകേണ്ടത് കൊണ്ട് കൊച്ചിനെ വീട്ടിലോട്ട് വിട്ടു. ഞാൻ അവിടെ ചെന്ന് സ്റ്റിച്ച് ഇടാൻ വേണ്ടി രാത്രിയായപ്പോൾ സ്റ്റിച്ച് ഇടാൻ നോക്കിയപ്പോഴത്തേക്കും അന്ന് ഒത്തിരി അപകടം ഉണ്ടായിരുന്നു. എല്ലാം ഈ മുഖത്താണ് ഓരോരുത്തരുടെയും. അപ്പോൾ അവരെല്ലാം കിടന്ന് പൊളയുക, കരയുക ഈ സ്റ്റിച്ച് ഇടുമ്പം. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ സ്റ്റിച്ച് ഇടാൻ നേരത്ത് ഞാൻ മാത്രം ഉണ്ട് അടുത്ത്, ഒന്ന് പിടിക്കാനാണേലും ആരുമില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ഈ ചൊകരി ഇങ്ങനെ ഒഴുകുക. അപ്പോൾ ആ സ്റ്റിച്ച് ഇടുന്നിടത്ത് ഇങ്ങനെ കരയും തട്ടാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അനങ്ങിയാൽ അത് ഇടത്തില്ല, അത് നല്ല മുറിവാണ്, അതുകൊണ്ട് അത് അനങ്ങാതിരിക്കണം. അപ്പോൾ ഞാൻ നോക്കുമ്പം ഞാൻ ഈ കാശ് രൂപ എപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അത് മുഖത്തോട്ട് വെച്ചിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഈ എൻ്റെ ഭർത്താവ് അറിയല്ലേ ഈ വേദന, അമ്മയൊന്ന് ഉറക്കി തരണേ, അല്ലെങ്കിൽ എന്നാ ചെയ്യും സ്റ്റിച്ച് ഇടാൻ. അത് പറഞ്ഞു തീർന്നില്ല. ആ സ്റ്റിച്ച് ഇട്ടതോ ഒന്നും ആ ഭർത്താവ് അറിഞ്ഞില്ല, ഒരു വേദനയും എടുത്തില്ല. തിരിച്ച് 7 ദിവസം കഴിഞ്ഞ് സ്റ്റിച്ച് എടുക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അതിന് പൈസ ഇല്ല, എങ്ങനെ കൊണ്ടുപോകും, മെഡിക്കൽ കോളേജ് വരെയും പോകണ്ടേ. അത് ഞാൻ തൈലം തേച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് 7-ാം ദിവസം ആ സ്റ്റിച്ച് തന്നെ താഴെ പോയി. എല്ലാം ഒന്നിനും ആശുപത്രി പോകേണ്ടി വന്നില്ല. പിന്നെ ആത്മീയമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പള്ളിയിൽ, കൊറോണ കഴിഞ്ഞപ്പോൾ പിന്നെ പള്ളിയിൽ അങ്ങനെ വല്ലപ്പോഴും പോകുന്നത്. ഞായറാഴ്ച തന്നെ പോകാതിരിക്കുന്ന ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തേ പിന്നെ ഞാൻ എന്നും പള്ളിയിൽ പോകും. പറ്റുന്ന എല്ലാ ദിവസവും എനിക്ക് രോഗം വന്ന് അതുപോലെ എഴുന്നേക്കാൻ മേലെങ്കിൽ മാത്രമേ ഞാൻ പള്ളിയിൽ പോകാത്തുള്ളൂ. ബൈബിൾ ഒരു പ്രാവശ്യം വായിച്ച് തീർന്നു, എന്നും സ്ഥിരമായിട്ട് വായിക്കും. അതുപോലെ കാരുണ്യ പ്രവർത്തനം എല്ലാ മാസവും ഇവിടെ വന്ന് ഞാൻ പത്രം മേടിച്ച് എല്ലായിടത്തും കടകളിലും വീടുകളിലും പള്ളികളിലും എല്ലാം കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ എനിക്ക് ഈ 2 മാസം ഞാൻ മേലാതെ കിടന്നുപോയി. എനിക്ക് എൻ്റെ 5 ഡിസ്ക് ഇവിടുന്ന് പെടലിയുടെ തെന്നിപ്പോയിട്ട് എനിക്ക് കിടക്കത്തില്ലായിരുന്നു, ഇരിക്കത്തില്ലായിരുന്നു, എനിക്ക് എഴുന്നേറ്റ് നിൽക്കത്തില്ല. അപ്പോൾ ഡോക്ടർ നേരത്തെ ഉണ്ടായത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു, ഇനി ഉണ്ടായത് നിങ്ങൾ എഴുന്നേറ്റ് നടക്കത്തില്ലെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഈ ഇടത് കൈ മൊത്തം വേദനയായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ വണക്കമാസം മൊത്തം ഞാൻ കട്ടിലേ കിടന്നുകൊണ്ടാണ് കൂടിയത്. എനിക്ക് എഴുന്നേറ്റ് ഇരിക്കത്തില്ലായിരുന്നു, ഞാൻ കിടന്നുപോയി. അപ്പം ഞാൻ ഉടമ്പടി പുതുക്കേണ്ട സമയം കഴിഞ്ഞ് കുറച്ച് ദിവസം മുമ്പോട്ട് പോയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഈ ഇങ്ങനെ കിടന്ന എന്നാ ചെയ്യും, ഞാൻ എന്നാണല്ലോ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വരുക, അമ്മ എന്നെ കാത്തോണം. അപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും കൂടെ ബൈക്കിനാണ് വരുന്നേ, ആക്റ്റീവയ്ക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ ഇതേ ഉള്ളു വഴി, ഞാൻ വരുക, അമ്മ എന്നെ കാത്തോണം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്നു. എനിക്ക് ഒരു കുഴപ്പവും കൂടാതെ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി തിരിച്ചു പോകാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ ഇനി മരുന്ന് കഴിക്കാൻ പോകത്തില്ല. ഞാൻ 15 ദിവസമേ മരുന്ന് കഴിച്ചുള്ളൂ. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ മരുന്ന് കഴിക്കാൻ പോകത്തില്ല. ഞാൻ എന്നും വിശുദ്ധ ബലിയർപ്പിക്കും, വിശുദ്ധ കുർബാന സ്വീകരിക്കും, ഇതാ എൻ്റെ മരുന്ന്. എന്നെ അമ്മ എഴുന്നേൽപ്പിച്ച് നടത്തണം, എന്നെ എൻ്റെ അമ്മയെ അപ്പയും കൂടെ താങ്ങിയാൽ മതി. ഞാൻ ഇനി മരുന്ന് മേടിക്കാൻ പോകത്തില്ല. എനിക്ക് മരുന്ന് മേടിക്കാൻ പോകാൻ പൈസ ഇല്ല. എൻ്റെ കൂട്ടുകാർ ഇങ്ങോട്ട് 1-2 പേര് കൊണ്ട് തന്നാ ഞാൻ മരുന്ന് മേടിക്കാൻ പോയത്. അതുകൊണ്ട് എനിക്കിനിയും പറ്റത്തില്ല അമ്മേ, അതുകൊണ്ട് അമ്മ എന്നെ താങ്ങിക്കണമെന്ന് പറഞ്ഞ് ഈ സമയം വരെ അമ്മ എന്നെ നടക്കുമെന്ന് പറഞ്ഞ് ഞാനാ ഇപ്പം എഴുന്നേറ്റ് നടക്കുന്നത്. ഞാൻ മരുന്നൊന്നും കഴിക്കുന്നില്ല. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായിരുന്നു. ഉടമ്പടി എടുത്തേ പിന്നെ ഞാനിപ്പോൾ ദേഷ്യപ്പെടത്തില്ല. എന്നാ വന്നാലും എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടായാലും അമ്മ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്കത് സഹിക്കാൻ പറ്റും. അതുപോലെ ജപമാലയൊന്നും ചെല്ലത്തില്ല. ഞാനിപ്പം എനിക്ക് ശകല നേരം കിട്ടിയാലും ഞാൻ എങ്ങനെയാണല്ലോ ഒരു സമ്പൂർണ്ണ ജപമാല ചെല്ലാതെ ഒരു ദിവസം പോലും കിടന്നുറങ്ങത്തില്ല. ജപമാല ചെല്ലും. അതുപോലെ തൈലം പലർക്കും തേച്ച് കൊടുത്തിട്ട് ഒത്തിരി പേർക്ക് രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇത് കൂടെ കൊണ്ട് നടക്കും. തൈലവും ഉപ്പും എല്ലാം എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ഞാനിത് ആർക്ക് അത്യാവശ്യം വന്നാലും അന്നേരം അതെല്ലാം അവർക്ക് തേച്ച് കൊടുക്കും, പ്രാർത്ഥിക്കും. ഇത്രയൊക്കെ അനുഗ്രഹം ഞങ്ങൾക്കും എൻ്റെ കുടുംബത്തിനും എനിക്ക് നൽകിയ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു.